കാപ്പി കാലത്ത് തന്നെ നിന്റെ ഒരു ഫ്ലാസ്ക് മോന്ത. കൊച്ചമ്മ എഴുന്നേറ്റായിരുന്നു, കൊച്ചമ്മയ്ക്കും കൊടുക്കാമായിരുന്നു. അവള് നല്ല ഉറക്ക. മോനെ ഊട്ടിയിലും മോളെ അമ്മൂമ്മയുടെ അടുത്തും കൊണ്ടാക്കിയിട്ട് 10-15 ദിവസം ചുറ്റിയടിച്ചു വന്നതിന്റെ ക്ഷീണം കാണില്ലേ? ഉണർത്തണ്ട. അതെന്ത് ശബ്ദം മലയാളി കേക്കുന്നേ? അത് അവളൊന്ന് ബ്രേക്ക് ഇട്ടതാ. നിനക്ക് അതിൽ എന്തെങ്കിലും വിഷമണ്ട? അങ്ങനൊന്നുമില്ല. മനുഷ്യനും ഉറങ്ങാൻ നേരത്തല്ലേ മറ്റും. ഇമ്പിച്ചി, ഇമ്പിച്ചി, എടോ ഇമ്പിച്ചി കോയാ. ഇവന്റെ എവിടെ പോയി കിടക്കാ? എടോ താൻ എവിടെ പോയി കിടക്കായിരുന്നു? ഞാനൊന്ന് മുള്ളാൻ പോയതിന് ചൂടാവാതൊന്ന് തണുക്കാൻ. ഇത്രയും ദൂരത്ത് പോണോ? ഇതിനകത്ത് സ്ഥലം ഉണ്ടായിരുന്നല്ലോ. അതൊരു സ്പെഷ്യൽ മുള്ളലാ. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ മനസ്സിലാവും. ബസിന്റെ ബാക്ക് ടയർ പൊട്ടി ക്യാൻവാസ് ഒക്കെ ഇവിടെ എവിടെ പോണേ? മൈസൂരിൽ ആനക്കാട്ടിൽ വെച്ച് ടയർ പൊട്ടിപ്പോയി. ആ വിവരം ഒന്ന് മുതലാളിയെ വിളിച്ചു പറയണം. താക്കോലോടൊക്കെ ഫോൺ ചെയ്യട്ടെ. അതെ, ഈ വിവരം മുതലാളിയോട് പറഞ്ഞതിലും ഭേദം സുധാകരനോട് പറയണമെന്നല്ലേ? സുധാകരനെ മുതലാളിയോട് പറഞ്ഞോളൂ. അല്ലെങ്കിൽ മുതലാളി മത്തായി ചേട്ടന്റെ വാൽറ്റ്യൂ പോരും. കൃഷ്ണ, ഗുരുവായൂരപ്പ, മുതലാളി. ഞാനിവിടെ അടുത്തെവിടെ ഉണ്ട്, കണ്ടുപിടിക്കാൻ പറ്റൂ രമണി? വിടില്ല. നിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ കെട്ടിവെക്കാൻ പോവാ. എന്തൊരു മണിയടിയായിരുന്നു. ഇങ്ങനെ മണിയടിച്ചാൽ ദൈവം പ്രസാദിക്കും. മണിയടിയിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനാണ് രമണി ഞാൻ. മണിയടി കൊണ്ട് ഇക്കാലത്ത് എന്തെങ്കിലും കാര്യം നടക്കൂ? നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങേരൊന്ന് ശരിയാക്കി തരണ്ടേ? അടുത്ത മേടത്തിന് മുമ്പെങ്കിലും നമ്മുടെ വിവാഹം നടന്നു കാണുമെന്നും പറഞ്ഞ് അമ്മ നടത്തുന്ന സ്വയംവര പുഷ്പാഞ്ജലി ഇത് എത്ര എണ്ണ എന്ന് രമണിക്ക് അറിയോ? മേടത്തിന് മുമ്പൊന്നും എന്റെ പരീക്ഷ കഴിയില്ല. പിന്നെ പുതിയൊരു ഗാർഗോച്ചോളി ഇറങ്ങിയിട്ടുണ്ട്. താഴെ മെറൂണും മേലെ ക്രീമും. ഇന്നലെ എന്റെ പടത്തിൽ ശോഭനയിട്ടിരുന്നില്ലേ? അതുപോലത്തെ. ഓ, അടുത്ത മാസം ശമ്പളം ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയിട്ട് മേടിച്ചു കഴിഞ്ഞു. 1-ാം തീയതി ആവട്ടെ. വാങ്ങിച്ചേരോ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അമ്മ ഇവിടെ കണ്ടില്ലല്ലോ. അതിന് ഞാൻ ഇവിടെ ഇല്ലാത്ത സമയം നോക്കിയല്ലേ നീ അങ്ങോട്ട് പോയത്? ഞാൻ സുധാരേട്ടനൊരു പൂ കൊടുക്കാൻ വേണ്ടി. എത്ര പൂ വേണമെങ്കിലും കൊടുത്തോ മോളെ. നിന്നെ എനിക്ക് ഇഷ്ടാ. അവന്റെ അച്ഛനോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. അങ്ങേർക്ക് നിങ്ങളുടെ സ്നേഹവും പ്രേമവും ഒന്നും അറിയില്ല. പരീക്ഷ കഴിയേ വേണ്ടു. അച്ഛൻ വന്ന് സുധാരേട്ടന്റെ അച്ഛനെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായി, അതാണ് എന്റെ ശരി. എന്നാലും ഞാനൊരു കാര്യം പറയാം. പ്രേമിക്കാൻ ഞാനും പ്രേമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു അടക്കവും ഒതുക്കവും വേണം. അല്ലെങ്കിൽ മൊത്തം ഒരുമാതിരി ഈ അധികം വന്ന ചോറ് മാതിരി കയ്യിലിട്ട് ഉരുട്ടാനും പറ്റില്ല, തിന്നാനും പറ്റില്ല. സുധാരേട്ടനോട് എനിക്കുള്ള സ്നേഹത്തിൽ കൂടുതൽ ബന്ധമെന്ന് വെച്ചാലും ഞാൻ ഇങ്ങനത്തെ വേറൊരാൾക്ക് വിളമ്പില്ലമ്മേ. എനിക്കത് വയ്യ. നീ എന്താടി പെണ്ണെ പറഞ്ഞിട്ട് പോണേ?